അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ മുത്തനബിയുടെ 1500-ാമത്തെ ജന്മദിനമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഇന്നത്തെ വർക്ക് 1500 ലൈറ്റ് കൊണ്ട് എഴുതണ, സിമ്പിളായിട്ട് എഴുതണ ഒരു വർക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ചാക്കാണ്. അപ്പോൾ ആ ചാക്കിൻ്റെ മേലെ ഒട്ടിക്കാന്നുള്ള രൂപത്തിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള ലൈറ്റ് അളവ് നോക്കിയിട്ട് കട്ട് ചെയ്യാണ്. ലൈറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത ലൈറ്റിൻ്റെ ചെമ്പ് കമ്പി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കട്ട് ചെയ്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫിറ്റ് ചെയ്യാനുള്ള ലൈറ്റ് ജസ്റ്റ് ഒന്ന് ചാക്കിൻ്റെ മേലെ വെച്ച് നോക്കുകയാണ്. കറക്റ്റ് അളവ് തന്നെയാണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക. അതിനുശേഷം ഓരോ ലൈറ്റിനും പ്ലാസ്റ്ററാണ് ഒട്ടിക്കുന്നത്. പ്ലാസ്റ്റർ ഒട്ടിക്കുമ്പോൾ പെട്ടെന്ന് ഊരെടുക്കാനും സുഖമായിരിക്കും. അതുകൊണ്ട് പ്ലാസ്റ്ററാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 1 എന്നുള്ളത് പ്ലാസ്റ്റർ ഒട്ടിച്ച് കഴിഞ്ഞാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് പ്ലാസ്റ്റർ ഒട്ടിക്കണത് 5 അപ്പോൾ ഫുള്ളായിട്ട് പ്ലാസ്റ്റർ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ യൂസ് ചെയ്ത ലൈറ്റ് 12 വോൾട്ടിൻ്റെ ലൈറ്റാണ് കേട്ടോ. അത്യാവശ്യം പവർ ഉണ്ടാവാൻ തന്നെയാണ് നമ്മൾ 12 വോൾട്ടിൻ്റെ ലൈറ്റാണ് എടുത്തിട്ടുള്ളത്. 12 വോൾട്ട് ആകുമ്പോൾ അത്യാവശ്യം ഒരു പവർ ഉണ്ടാവും ചെയ്യും. ഇതുപോലുള്ള വർക്ക് പെരയിൽ സിമ്പിളായിട്ട് ചെറിയവർക്കും വലിയവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ലൈറ്റിൻ്റെ കാര്യമായിട്ട് കണക്ഷൻ മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്ക് തന്നെയാണിത്. ഈ ലൈറ്റിൻ്റെ ഇടയിലൊക്കെ വയറ് വരുന്നതുകൊണ്ട് പ്ലാസ്റ്റർ നല്ലോണം ഒട്ടിച്ച് കൊടുത്താലാണ് സെറ്റായി നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ലൈറ്റ് ഇങ്ങനെ ഇളകി കളിക്കും. അപ്പോൾ ഞാൻ രണ്ടാമത് ഒന്നുകൂടി പ്ലാസ്റ്റർ ഇട്ട് കൊടുക്കുകയാണ്, സെറ്റാക്കി എടുക്കുകയാണ്. അങ്ങനെ പ്ലാസ്റ്ററിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റത്തെ 2 ഒട്ടിക്കാനുള്ളൂ. അപ്പോൾ ഏകദേശം പ്ലാസ്റ്ററിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞാണ്. പിന്നത്തെ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ 1500 എഴുതി കഴിഞ്ഞിട്ടുണ്ട്. സാധനം സെറ്റായിട്ട് കിട്ടിയാണ്. ഇനി നമുക്ക് കണക്ഷൻ കൊടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് ലൈറ്റിൻ്റെ കണക്ഷന് ഫുള്ളായിട്ട് ബാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഹോൾ ഇട്ടിട്ട് വയറ് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അടുത്ത പരിപാടി ജസ്റ്റ് ഒരു ഹോൾ ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ ലൈറ്റിൻ്റെ കണക്ഷനൊക്കെ ഒന്ന് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഹോളൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റായിന്. അപ്പോൾ ഇനി 3 ലൈറ്റിൻ്റെ കൂടി ഹോളിട്ട് സെറ്റാക്കി എടുക്കാണ്ട് 0ൻ്റെ ലാസ്റ്റത്തെ വയറും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ബാക്കിക്ക് ആക്കി കൊടുക്കാവുള്ളൂ. ബാക്കിയൊക്കെ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ലൈറ്റിൻ്റെ വയറ് ബാക്കിക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഹോളിട്ട് കൊടുത്ത് ജസ്റ്റ് ഒരു പ്ലാസ്റ്റർ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാത്തിനും പ്ലാസ്റ്റർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പ്ലാസ്റ്റർ ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ഇതിൻ്റെ ബാക്കിലാണ്. ഇനി ബാക്കിൽ നമ്മൾ കണക്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ കണക്ഷൻ കൊടുക്കാൻ എടുത്തിട്ടുള്ള ചെമ്പ് കമ്പിയാണ്. ഓരോ വയറിനും ഓരോ കണക്ഷനാക്കി കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ആദ്യം കണക്ഷൻ കൊടുക്കുന്നത് പ്ലസ്സാണ്. അപ്പോൾ പ്ലസ്സിന് ജസ്റ്റ് ഒന്ന് ചെമ്പമ്പി എല്ലാ ലൈറ്റിൻ്റെ വയറിനും കണക്ഷൻ കൊടുക്കുകയാണ്. പ്ലസിൻ്റെ കണക്ഷനൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അടുത്തത് ഇനി മൈനസിൻ്റെ പണിയാണ്. മൈനസിനും കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം രണ്ടും എടുത്ത് തന്നെയാണ് ചെമ്പ് കമ്പി ഉള്ളത്. ചെമ്പ് കമ്പി രണ്ടും അടുത്തായതുകൊണ്ട് തന്നെ പ്ലാസ്റ്റർ നല്ലോണം കൊടുത്തില്ലെങ്കിൽ വയറ് ഷോർട്ടായാൽ ആകെ പണി കിട്ടും. അപ്പോൾ ഇതുപോലെ ചെമ്പ് കമ്പിയൊക്കെ യൂസ് ചെയ്ത് ഉണ്ടാക്കുന്നതിൽ നമ്മൾ നല്ലോണം പ്ലാസ്റ്റർ ഇടാൻ ശ്രമിക്കണം. എന്നാലാണ് സെറ്റായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ വയറ് ഷോർട്ടായാൽ ലൈറ്റിന് മൊത്തത്തിൽ കംപ്ലൈൻ്റ് ആവും. ചെമ്പ് കമ്പി കറക്റ്റ് അളവിന് മാത്രം മതി. എക്സ്ട്രാ ഉണ്ടാകുമ്പം ബോറാവും. അപ്പോൾ കറക്റ്റ് അളവ് നോക്കിയിട്ട് കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കുക. കണക്ഷൻ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പ്ലാസ്റ്റർ ഒട്ടിക്കാൻ മാത്രമേ ഉള്ളൂ. ഏകദേശമൊക്കെ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കണം. സെൻറ്ററിൽ കണക്ഷൻ കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് വിട്ടാക്കി കൊടുക്കുക നല്ലത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ഷോർട്ട് ആവാൻ സാധ്യതയില്ല. പിന്നെ പ്ലാസ്റ്ററും ഒന്ന് സെറ്റപ്പ് കൊടുക്കണം. ഏകദേശം ഒക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ
ഇനി കണക്ഷൻ ഒന്ന് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ലൈറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കണം, അതിൻ്റെ വർക്കും കൂടി ഉള്ളൂ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള 12 വോൾട്ടിൻ്റെ കണക്ടറാണ് കേട്ടോ ലൈറ്റിന്. കണക്ടറൊക്കെ ഫ്ലഗിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരികയാണ്. കണക്ഷന് റെഡ് വരുന്ന കണക്ഷന് റെഡ് കണക്ഷൻ, നീല വേറെ മൈനസിനുമാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ പിന്നെ സ്വിച്ച് ഇട്ട് നോക്കിയാലോ, നമ്മളെ ലൈറ്റിൻ്റെ പവർ നമുക്ക് കാണാം. അടിപൊളി സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് സീലിംഗ് ലൈറ്റ് ഉണ്ട്. അപ്പോൾ സീലിംഗ് ലൈറ്റിന് പച്ച കവറ് അതിൻ്റെ മേലെ ഒന്ന് ഒട്ടിച്ചാണ്ട് നമ്മൾ ഈ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നിടത്ത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സീലിംഗ് ലൈറ്റ് പച്ച കവറ് നമ്മൾ ഒട്ടിച്ചെടുത്തതാണ്, മേലെ ഓറഞ്ചും കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി വലിയ ഹാളായതുകൊണ്ട് ഒന്നും കൂടി പവറിൽ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ അവസാനത്തെ ലുക്ക്. നല്ല പവറുണ്ട്, ഒരു ഏരിയ മൊത്തം കവർ ചെയ്യുന്നുണ്ട്. അത്രക്കും പവറുള്ള ലൈറ്റ് തന്നെയാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നല്ല പവറിൽ തന്നെയാണ് കത്തുന്നത്, കണ്ടില്ലേ? ഒരു ഏരിയ മൊത്തം നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ഇടാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമ്മൾ ലൈറ്റ് ഓഫാക്കിയിട്ടുള്ള രാത്രിയുള്ള ലുക്കാണ് ഇട്ടത്. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്.